എൻ്റെ പേര് ആമിന. ഞാൻ നാട്ടിൽ ഒരു ഓഫീസിലാണ് വർക്ക് ചെയ്യുന്നത്. എനിക്ക് 3 കുട്ടികളും 30 വയസ്സാണ് ഈ അനുഭവം നടക്കുന്ന സമയത്ത്. പക്ഷേ എന്നെ കണ്ടാൽ അത്രയും പ്രായമൊന്നും തോന്നാറില്ല. നല്ല ഒത്ത നീളവും വണ്ണവുമുള്ള വലിയൊരു പെണ്ണായിരുന്നു ഞാൻ. തൊട്ട അയൽവക്കത്ത് താമസിക്കുന്ന മനു എന്നെ ഡ്രൈവിംഗ് പഠിപ്പിക്കാമെന്ന് പറഞ്ഞു. ഓഫീസിൽ വർക്ക് ചെയ്യുന്നത് കൊണ്ട് തന്നെ എനിക്ക് ഡ്രൈവിംഗ് അറിയാത്തത് വലിയൊരു ബുദ്ധിമുട്ടായി തോന്നിയിരുന്നു. സമയത്ത് വണ്ടി കിട്ടാത്തൊരു സ്ഥലമാണ് ഞാൻ താമസിക്കുന്നത്. അതുകൊണ്ട് പലപ്പോഴും താമസിച്ചാണ് ഓഫീസിൽ പോകാറ്. അപ്പോൾ ഒരാൾ കറക്റ്റായി നമ്മളെ ഡ്രൈവിംഗ് പഠിപ്പിച്ചാൽ നന്നായിരിക്കുമെന്ന് വിചാരിച്ച് ഞാൻ അവനെ തന്നെ ആശ്രയിച്ചു. അങ്ങനെ ഞാൻ അവനോട് കാര്യം പറഞ്ഞു. അവനും സമ്മതം. കുറച്ച് പൈസ അവന് പോക്കറ്റ് മണിയായി കൊടുക്കാമെന്നും പറഞ്ഞു. അങ്ങനെ അവൻ സമ്മതിച്ച് ഞങ്ങൾ അടുത്തുള്ളൊരു ഗ്രൗണ്ടിൽ പോകാമെന്ന് വിചാരിച്ചു. ഒരു സൈക്കിൾ ഓടിക്കാൻ പോലും അറിയാത്ത എന്നെ എങ്ങനെ ഡ്രൈവിംഗ് പഠിപ്പിച്ചെടുക്കുമെന്ന് അവൻ ആകെ ആശയക്കുഴപ്പത്തിലായിരുന്നു. അങ്ങനെ ഞാൻ കുറച്ച് തിയറി ക്ലാസ്സൊക്കെ കേട്ട് കഴിഞ്ഞപ്പോൾ പതുക്കെ ട്രൈ ചെയ്യാൻ തുടങ്ങി. ഞാൻ ഫ്രണ്ടിലിരുന്ന് ഓടിക്കുമ്പോൾ അവൻ പുറകിൽ തന്നെ ഇരുന്ന് കൺട്രോൾ ചെയ്യാറുണ്ട്. കാര്യം എനിക്ക് തീരെ അറിയില്ലല്ലോ. അതുകൊണ്ട് ഇത് എവിടെയെങ്കിലും പോയി ഇടിക്കാനോ മറിഞ്ഞു വീഴാനോ സാധ്യതയുള്ളത് കൊണ്ട് ഒരാൾ പുറകിൽ തന്നെ ഇരിക്കേണ്ടി വരും. അങ്ങനെ ഞങ്ങൾ 2 പേരും കൂടെയാണ് ഇരിക്കുന്നത്. എനിക്ക് നല്ല വണ്ണമുള്ളത് കൊണ്ട് പുറകിലിരിക്കുന്ന ആൾക്ക് നല്ലതുപോലെ ഇരിക്കാൻ വളരെ പ്രയാസമായിരുന്നു. എന്നാലും അഡ്ജസ്റ്റ് ചെയ്ത് ഡ്രൈവിംഗ് പഠിച്ചില്ലേ പറ്റൂ. അങ്ങനെ ഒരു വട്ടം ഇങ്ങനെ ഡ്രൈവിംഗ് പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് എൻ്റെ കൺട്രോൾ ആകെ പോയി. എൻ്റെ കയ്യിൽ നിന്ന് വണ്ടി തെന്നി മാറുന്ന പോലെ തോന്നി. അങ്ങനെ ഞങ്ങൾ 2 പേരും കൂടെ ആ ഗ്രൗണ്ടിലെ ഒരു സൈഡിലായിട്ട് ഞങ്ങൾ 2 പേരും കൂടെ മറിഞ്ഞടിച്ച് വീണു. ഞാൻ വീണതോ അവൻ്റെ മണ്ടയിൽ. ഞാൻ ഓർത്തു അവൻ മരിച്ചു പോകുമെന്ന്. അത്രയ്ക്ക് വെയിറ്റും വണ്ണവും എനിക്കുണ്ടല്ലോ. അവനാണെങ്കിൽ ഒരു ചെറിയ ചെറുക്കൻ. അവൻ്റെ മണ്ടയിലാണ് ഞാൻ പോയി വീണത്. പക്ഷേ ഞാൻ ഇത്രയും ബലത്തോടു കൂടി മണ്ടയിൽ വീണിട്ടും അവനൊന്നും സംഭവിച്ചിരുന്നില്ല. അതുമാത്രമല്ല, എന്നെ അതിശയപ്പെടുത്തിയ കാര്യം, അവൻ എഴുന്നേറ്റ ഉടനെ ഒരു ദേഷ്യവുമില്ലാതെ ചിരിച്ച് എന്നെ നോക്കിക്കൊണ്ട് നിൽക്കുന്നു. അപ്പോൾ എനിക്ക് സമാധാനമായി. ഞാൻ അറിഞ്ഞുകൊണ്ട് ചെയ്തതല്ല, പക്ഷേ ഡ്രൈവിംഗ് ആകുമ്പോൾ ഇങ്ങനെയൊക്കെ സംഭവിക്കുമല്ലോ. അങ്ങനെ ഡ്രൈവിംഗ് പഠിപ്പിക്കാൻ എന്നും ഈവനിങ് രാവിലെയും അവൻ എന്നെ വീട്ടിൽ വന്ന് വിളിച്ചുകൊണ്ട് പോകാറാണ് പതിവ്. അങ്ങനെ ഒരു ദിവസം വീട്ടിൽ നേരത്തെ അവൻ വന്നു. അങ്ങനെ വീട്ടിലിരുന്ന് എൻ്റെ കുട്ടികളുടെ കൂടെ കളിക്കുകയും കാർട്ടൂണിൽ കാണുകയും പടം വരയ്ക്കുകയൊക്കെ ചെയ്യാറുണ്ട്. അന്ന് കുട്ടികളില്ലായിരുന്നു. ആ സമയത്ത് TV കണ്ട് കുറേ നേരം ഇരുന്ന് സംസാരിച്ചു. അവൻ്റെ ജീവിതത്തിൽ നടന്ന പ്രേമനൈരാശ്യങ്ങളെക്കുറിച്ചും അനുഭവങ്ങളെക്കുറിച്ചുമെല്ലാം അവൻ എന്നോട് പങ്കുവച്ചു. എനിക്ക് അവനോട് കൂടുതൽ അടുപ്പം തോന്നി. അവനൊരു പാവപ്പെട്ട ചെറുക്കനായിരുന്നു. അങ്ങനെ അവനും ഞാനും കുറേ നേരം അന്ന് അവിടെ സ്പെൻഡ് ചെയ്ത് സംസാരിച്ച് അന്ന് ഞങ്ങൾ ഡ്രൈവിങ്ങിന് പോകാനേ മറന്നുപോയി. അത്രയും നല്ലതുപോലെ ഞങ്ങൾ പരസ്പരം മനസ്സിലാക്കി അന്നത്തെ ദിവസം. സംസാരിച്ച സമയം പോയതുകൊണ്ട് ഞാൻ അവന് കുടിക്കാനും കഴിക്കാനും അപ്പം തന്നെ അവിടെ വെച്ച് കൊടുത്തു. അവൻ ഒത്തിരി സന്തോഷമായി. പിന്നീട് എല്ലാ ദിവസങ്ങളും നേരത്തെ വരാൻ തുടങ്ങി. എനിക്കും തുറന്ന് സംസാരിക്കാൻ ഒരാളെ കിട്ടി. ഞങ്ങൾ പലതും സംസാരിച്ചു, ഡ്രൈവിങ്ങും പഠിച്ചു.